ഹലോ സുഹൃത്തുക്കളെ, നമുക്ക് ഇന്ന് കയ്യിലുള്ള മിനിമം ചേരുവകൾ വെച്ച് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കാം. അപ്പോൾ ഞാൻ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. പാല് കുറവായതുകൊണ്ടാണ് പാൽപ്പൊടി എടുത്തത്. ഇപ്പോൾ പാലുണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ പാൽപ്പൊടി ഇങ്ങനെ കുറേശ്ശെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ നീട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഈ കട്ടകളൊക്കെ ഉടച്ചുടച്ചിട്ട് വേണം നമ്മൾ ചൂടുവെള്ളം കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അതിനുശേഷം മാത്രമേ കട്ടകൾ ഉടഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ച് ആവശ്യത്തിനുള്ള പാലാക്കി എടുക്കാവൂ. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ കുറുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പാൽ ഉപയോഗിച്ചത്. നിങ്ങളുടെ കയ്യിൽ പാലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. മിൽമ പാലോ പശുവിൻ പാലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. നമുക്ക് പാലിവിടെ കൂടുതൽ ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ വേറൊരു പാത്രത്തിൽ മിൽമ പാലെടുത്ത് ഞാൻ കാച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഈ സമയത്ത് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. വീട്ടിലെ അംഗങ്ങളുടെ എണ്ണമനുസരിച്ച് നമുക്ക് പാലെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കാലത്ത് എല്ലാവരുടെയും വീട്ടിൽ മാമ്പഴമോ വാങ്ങിച്ച മാമ്പഴമോ അല്ലെങ്കിൽ വീട്ടിലുണ്ടായ മാമ്പഴമൊക്കെ കാണും അല്ലേ. അപ്പോൾ നമ്മൾ ഈ മാമ്പഴം എടുത്ത് ഇതുപോലെ കുന അരിഞ്ഞെടുക്കുക കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എൻ്റെ കയ്യിൽ മുന്തിരിങ്ങാപ്പഴം കൂടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ മുന്തിരിങ്ങ കൂടി അരിഞ്ഞെടുത്തു. പക്ഷേ ഈ മാമ്പഴം മാത്രം ചേർത്താലും ടേസ്റ്റാണ്. അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ചെറുപഴം ഉണ്ടെങ്കിൽ, ഞാലിപ്പൂവൻ പഴമൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. പിന്നെ വീട്ടിൽ കപ്പലണ്ടിയോ നട്ട്സോ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അതും ചേർക്കാം. എങ്കിലും നമുക്കിത് സിമ്പിളായിട്ട് ഉണ്ടാക്കണമെങ്കിൽ മാമ്പഴം മാത്രം ആയാലും മതി. അപ്പോൾ ഞാൻ എന്നിട്ട് ഈ പാല് ആറിയതിന് ശേഷം കസ്റ്റാർഡ് പൗഡർ കുറുക്കിയതിലേക്ക് പാലൊഴിച്ച് നീട്ടി കൊടുത്തു. അതിന് ശേഷം ഈ ഫ്രൂട്ട്സൊക്കെ അതിലേക്ക് ഇട്ട് ഇളക്കി ചേർത്തു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് തണുപ്പിച്ച് ആറിയതിന് ശേഷം മാത്രമേ നമ്മളിത് തമ്മിൽ മിക്സ് ചെയ്യാവൂ. അപ്പോൾ ഇത് തണുപ്പിച്ച് കുടിക്കാനാണ് ടേസ്റ്റ്. അപ്പോൾ വേണമെങ്കിൽ ഒരു 3 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വയ്ക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലൊരു ദാഹത്തിന് നല്ലൊരു ഡ്രിങ്ക് കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലൊന്നും ഉണ്ടാക്കി കുടിച്ചു.